السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بالله، أما بعد. عن ابن عباس رضي الله عنهما قال: بينما النبي صلى الله عليه وسلم يخطب إذا هو برجل قائم في الشمس فسأل عنه، قالوا: هذا أبو إسرائيل، نذر أن يقوم ولا يقعد ولا يستظل ولا يتكلم ويصوم. قال: مروه فليتكلم وليستظل وليقعد وليتم صومه. സഹാബി പ്രമുഖനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു മനുഷ്യന് ശ്രദ്ധയിൽപ്പെട്ടു. ആ മനുഷ്യൻ സൂര്യന്റെ വെയിലിൽ, ചുട്ടുപൊള്ളുന്ന വെയിലിൽ നിൽക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനെ കുറിച്ച് സഹാബത്തിനോട് ചോദിച്ചു, എന്താണ് ഇദ്ദേഹത്തിന്റെ അവസ്ഥ, ആരാണ് ഇദ്ദേഹം? ഖാലു, അവർ പറഞ്ഞു: ഹാദാ അബൂ ഇസ്രായേൽ, ഇത് അബൂ ഇസ്രായേൽ എന്ന മനുഷ്യനാണ്. നദറ അൻ യഖൂമ വലാ യഖഉദ വലാ യസ്തദില്ല വലാ യതകല്ലമ വയസൂമ. അദ്ദേഹം നേർച്ചയാക്കിയിട്ടുണ്ട് നോമ്പനുഷ്ഠിക്കാനും സംസാരിക്കാതെ, ആരോടും സംസാരിക്കാതെ, ഒരു മരത്തിന്റെയും തണൽ തേടാതെ, ഒന്നിന്റെയും തണലിൽ നിൽക്കാതെ, ഇരിക്കാതെ, നിന്നുകൊണ്ട്, ശാരീരിക പീഡകൾ ഏൽപ്പിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കാൻ അയാൾ നേർച്ചയാക്കിയിരിക്കുന്നു. ഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: മുറൂഹു ഫൽയതകല്ലം വലിയസ്തദില്ല വലിയഖഉദ് വലിയതിമ്മ സൗമഹു. ഇങ്ങനെ ശരീരത്തിനെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് ആരാധന നിർവഹിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയില്ല. അതുകൊണ്ട് അവൻ സംസാരിച്ചു കൊള്ളട്ടെ, അവൻ തണൽ തേടിക്കൊള്ളട്ടെ, ഒരു ഭാഗത്ത് ഇരുന്നു കൊള്ളട്ടെ, എന്നിട്ട് അവന്റെ നോമ്പ് പൂർത്തിയാക്കിക്കൊള്ളട്ടെ. ഒരിക്കലും ഉപദ്രവം ഏൽപ്പിച്ചുകൊണ്ട്, ശരീരത്തിന് പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആരാധന നിർവഹിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയില്ല. ആരാധനകൾ അള്ളാഹു കൽപ്പിച്ച രീതിയിൽ സ്വസ്ഥമായും ശാന്തമായും നല്ല രീതിയിലും നിർവഹിക്കുക എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയെ ഉപദേശിക്കുന്നു. വഫഖന അല്ലാഹ്.